ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാരകം എന്ന് പറയും. കാരകിന് ഹിന്ദി സെൻറ്റൻസ് എഴുതാൻ വളരെ പ്രാധാന്യം ഉള്ള ഒരു ടോപ്പിക്കാണ് കാരക്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെയാണ്? നൗൺസ് പഠിച്ചു, പ്രോനൗൺസ് പഠിച്ചു, പിന്നീട് ഏതാണ് പാസ്റ്റ് ടെൻസിൽ ഭൂതകാലം, സാമാന്യ ഭൂതകാലം പഠിച്ചു. ഇനി നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓരോന്നും പഠിച്ചു വരികയാണ്. ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ എനിക്ക് രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് കാരകിന് ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? അതിൽ നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമുക്ക് നൗൺ വേണം. എന്താണ്? സംഖ്യയുണ്ട്. അതുപോലെ സർവ്വനാമങ്ങൾ, പ്രോനൗൺസ് വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഓരോ ക്ലാസ്സിലും പറയുമ്പോഴും അത് ഓരോ ക്ലാസ്സും എടുത്ത് കണ്ട് നല്ലതുപോലെ മനസ്സിലാക്കി വരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സെൻറ്റൻസ് തെറ്റില്ലാതെ എഴുതാനും പറയാനും കഴിയും. സർവ്വനാമങ്ങൾ പഠിച്ചു. അതുപോലെ ടെൻസ് നമ്മൾ ഓരോന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പാസ്റ്റ് ടെൻസിൽ ഭൂതകാലത്തിലെ സാമാന്യ ഭൂതകാലമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ സംഖ്യ സർവ്വനാമം ഇത് മാത്രം എഴുതിയാൽ പോരാ. അതുപോലെ ടെൻസ് മാത്രം പോരാ. നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതി നോക്കാം. ഇപ്പോൾ രാജു ने चोर को देखा. ഇങ്ങനൊരു സെൻറ്റൻസ് നമ്മൾ എഴുതുവാണ്. അപ്പോൾ കാരകം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ രാജു എന്ന് പറയുന്നത് ഇവിടെ ഒരു നൗൺ വന്നു. ചോറ് എന്നുള്ളത് ഒരു നൗണാണ്, ഒരു പേരാണ്. ഇവിടെ ദേഖന ക്രിയ, കണ്ടു എന്നുള്ള ഒരു വെർബാണ്, പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. എന്താണ്? രാജുവിനെ ചോർക്കോ ദേഖ. രാജു ചോറാണ് കള്ളൻ, തീഫ്. കള്ളനെ കണ്ടു. ഇതിൽ നൗൺ നമുക്കറിയാം, പേരായ ശബ്ദം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെർബ് ക്രിയ പഠിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് വന്ന ഈ ചെറിയ കാര്യങ്ങൾ കണ്ടോ? ഈ ശബ്ദങ്ങൾക്കാണ് നമ്മൾ പറയുന്നത് കാരക്. ഇതിന് കാരക ചിഹ്നങ്ങൾ എന്നാണ് പറയുന്നത്. ഈ കാരകത്തിന്റെ ചിഹ്നങ്ങളാണ് ഈ നേ കോ. ഇങ്ങനെ നമ്മളൊരു ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ, ഒരു പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു കാരകം, ഏതെങ്കിലും ഒരു ചെറിയ ഒരു പദം അതിൽ ആ ഒരു ലൈനിൽ തന്നെ മിക്കവാറും കാണും. അപ്പോൾ അങ്ങനെ ഈ പദങ്ങൾ, ഈ നമ്മൾ നൗണുകളും വെർബുകളും മാത്രം എഴുതിയാൽ നമുക്ക് എന്താണ്, ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല, അർത്ഥവത്താക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സെൻറ്റൻസിന് ഒരു അർത്ഥം കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള പദങ്ങൾ ചേർക്കണം. അപ്പോൾ കാരകത്തിന്റെ മീനിങ് തന്നെ അതാണ്, അതിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. എന്താണ്? वाक्य में पदों को जोड़ने के लिए जो शब्द प्रयुक्त होते हैं उन्हें कारक कहता है. वाक्य में पदों को जोड़ने के लिए ഈ സെന്റൻസിൽ പദങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന ഈ ശബ്ദങ്ങൾക്കാണ് നമ്മൾ പറയുന്നത് എന്താണ്? കാരകം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ രണ്ട് പേപ്പർ കീറിക്കിടക്കുന്ന രണ്ട് പേപ്പർ, അല്ലെങ്കിൽ ബുക്കിലൊരു പേപ്പർ കീറിപ്പോൾ അത് ഒട്ടിക്കാൻ എന്ത് വേണം? ഫെവിക്കോൾ വെച്ച് നമ്മൾ ഒട്ടിക്കും. അതുപോലെ രണ്ട് തടിക്കഷ്ണങ്ങൾ യോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു ആണി എടുത്ത് വെച്ച് നമ്മളത് യോജിപ്പിക്കും. അവിടെ അത് ഒന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദം, അതാണ് ഇവിടുത്തെ ഈ ഒരു സെന്റൻസിലെ തന്നെ പദങ്ങളെ യോജിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദത്തിനാണ് നമ്മൾ പറയുന്നത് കാരക്. വാക്യമേ പദവും को जोड़ने के लिए जो शब्द प्रयुक्त होते हैं उन्हें कारक कहते हैं. ഇതാണ് കാരകം. നമ്മൾ ഹിന്ദി സെന്റൻസിൽ ഏതൊരു സെന്റൻസ് എടുത്ത് നോക്കിയാലും അതിൽ ഏതെങ്കിലും ഒരു കാരകമെങ്കിലും കാണും. അപ്പോൾ കാരകം പഠിക്കാതെ നമുക്ക് കാരകവും എന്താണെന്നും കാരകത്തിന്റെ ഡെഫിനിഷനും കാരകം എത്ര രീതിയിലുണ്ടെന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കാരക ചിഹ്നങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു സെൻറ്റൻസ് കാരകം ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ അതും കൂടെ പഠിച്ചാൽ നമ്മൾ സംഖ്യ പഠിച്ചു, സർവ്വനാമം പഠിച്ചു, പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഇനിയിപ്പോൾ നമ്മളിന്ന് കാരകം പഠിക്കുകയാണ്. കാരകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഹിന്ദി എഴുതാനും വായിക്കാനും കഴിയും. അപ്പോൾ നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഈ കാരകം ചെയ്യും. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കും. ബാക്കി സെക്കൻഡ് പാർട്ടിൽ അതൊന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു തരുമ്പോഴത്തേക്ക് കാരകം വളരെ ഈസിയാണ്, നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്ന് കാരകത്തിന്റെ ഡെഫിനിഷനും അത് എത്ര രീതിയിലുണ്ടെന്നും കാരക ചിഹ്നങ്ങൾ ഏതാണെന്നും പഠിക്കാം. കാരകത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. वाक्य में पदों को जोड़ने के लिए जो पद प्रयुक्त
देख एന്നുള്ളത് പ്രയോഗിക്കുക. देख होते हैं, देख होता है ഏകവചനം. वह कारग केस कारग कहलाता है. കാരകം എന്ന് പറയപ്പെടുന്നു. ഇതാണ് കാരകത്തിൻ്റെ ഡെഫിനിഷൻ. ഇനി കാരകം എത്ര രീതിയിലുണ്ടെന്നും കാരക ചിഹ്നങ്ങൾ ഏതാണെന്നും ഇതിന് ഓരോന്നിനും ഓരോ കാരക ചിഹ്നങ്ങളുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അടിസ്ഥാനപരമായിട്ട് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് വിഷയം പഠിപ്പിച്ചാലും മനസ്സിലാകൂ. അല്ലാതെ കാരക ചിഹ്നങ്ങൾ മാത്രം പഠിച്ചു അതിൻ്റെ മലയാളം മീനിങ്ങും പഠിച്ചു അത് ഒരു സെൻറ്റൻസിനോട് യോജിപ്പിച്ച് എഴുതുന്ന രീതിയിൽ നമ്മൾ പോയാൽ അടിസ്ഥാനം കിട്ടത്തില്ല, നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോഴും ആ ക്ലാസ് കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകും. പിന്നീട് അത് എന്താണെന്ന് പിന്നീട് ഓർത്തെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇതുപോലെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓരോന്നും പഠിച്ചു പോയി കഴിയുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്ന് ഈ കാരകത്തിന് എത്ര രീതിയിലുണ്ടെന്ന്, കാരക കിतने प्रकार के हैं, वे कौन कौन है. കാരക के प्रकार. കാരകത്തെ പ്രകാരം. കാരകം എന്താണെന്നും അതിൻ്റെ വിഭക്തി ചിഹ്നങ്ങൾ, പ്രിപ്പോസിഷൻസ്, നമ്മൾ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസ്. ഇപ്പോഴും അതെന്താണ് നമുക്ക് രണ്ട് കോണം ആയിട്ട് തിരിച്ചെഴുതി നോക്കാം. കാരക, അതിൻ്റെ വിഭക്തി, विभक्ति चिन्ह. ഈ കാരകത്തിൻ്റെ വിഭക്തി ചിഹ്നങ്ങൾ. हिंदी में कारक 8 प्रकार के हैं. हिंदी में कारक 8 प्रकार के हैं. 8 രീതിയിലുണ്ട് കാരകങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കർത്താകാരക, 2 കർമ്മകാരക, 3 കരണകാരക, 4 അപാദാന. അഞ്ചാമത്തെ സംബന്ധ, സംബന്ധകാരക, 6 സമ്പ്രദായം. നമുക്കിതിനെ ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് പ്രത്യേകം പഠിക്കാൻ ഈസിയായിട്ട് പഠിക്കാൻ നമുക്കൊരു ഓർഡറിൽ നോക്കാം. അധികരണം, അഞ്ചാമത്തത് സമ്പ്രദായം, എട്ടാമത്തത് സംബോധന. ഇതൊക്കെ ഹെഡിങ് എഴുതുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് പിടി കിട്ടും അത് എന്താണെന്നുള്ളത്. അപ്പോൾ നോക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഹിന്ദിയിലെ 8 കാരകങ്ങളാണ് ഇത്. കാരക 8 प्रकार के हैं. कर्ताकारक, कर्मकारक, करणकारक, अपादानकारक, संबंधकारक, अधिकरणकारक, സമ്പ്രദായകാരക, സംബോധനകാരക. അപ്പോൾ ഈ 8 കാരകങ്ങൾക്കും 8 വിഭക്തി പ്രത്യയങ്ങൾ, ഓരോന്നിനും ഓരോ വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഓരോന്ന് എഴുതി എന്താണെന്ന് നോക്കാം. കർത്താകാര്യത്തിൻ്റെ വിഭക്തി ചിഹ്നമാണ് നേ, കർമ്മകാര്യത്തിൻ്റെ വിഭക്തി ചിഹ്നം കോ, കരണകാരക സേ, അപാദാനകാരകം സേ തന്നെയാണ്, സംബന്ധിന് കാ കെ കി നേ പർ. ഓർഡർ കറക്റ്റ് ആക്കിയപ്പോഴത്തേക്കും മാറിപ്പോയതാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓർഡർ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർഡറിനെ പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു എളുപ്പ വഴിയുണ്ട്. നോക്കി, നേ കോ സേ കാ കേക്കി മെയിമ്പർ കേരി. ഇപ്പോഴും നേക്കോസേ കാക്കേക്കി മെയിമ്പർ കേരി ഇങ്ങനെ പഠിച്ചിരുന്നാൽ മതി. ഇങ്ങനെയാണ് നേക്കോസേ കാക്കേക്കി മെയിമ്പർ കേരി. അപ്പോഴത് പ്രത്യയങ്ങൾ, വിഭക്തി പ്രത്യയങ്ങൾ, വിഭക്തി ചിഹ്നങ്ങൾ മനസ്സിലാകും, എന്താണ് മറന്നു പോകാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നേക്കോസേ കാക്കേക്കി മെയിമ്പർ കേരി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് വിഭക്തി ചിഹ്നങ്ങളായിട്ട് വരുന്നത്. ഈ വിഭക്തി ചിഹ്നങ്ങൾ ഓരോന്നും, ഈ വിഭക്തി ചിഹ്നങ്ങൾ ഓരോന്നും ഒരു സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നൗണിനോടും പ്രോനൗണിനോടും ഒപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ സംഖ്യയോടും സർവനാമത്തിനോടും ഒപ്പമായിരിക്കും ഇത് ഓരോന്നും ഉപയോഗിക്കുന്നത്. ഈ കാരക ചിഹ്നങ്ങൾ ഓരോന്നും
സംഖ്യയോടും സർവനാമത്തിനോടും ഒപ്പമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓരോ നിയമങ്ങളുണ്ട്. ഇതിന് മലയാളം മീനിങ്ങുകളുണ്ട്. ഈ മലയാളം മീനിങ്ങുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എഴുതി പഠിച്ച് പിന്നീട് അതിന് വേറെ നിയമങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇതിന് ഓരോ മീനിങ്ങുകളുണ്ട്. ഈ മീനിങ്ങുകൾ അനുസരിച്ച് നമ്മൾ സംഖ്യയോടോ സർവനാമത്തിനോടോ ഒപ്പം ചേർക്കും. അപ്പോൾ സംഖ്യയോട് സർവനാമത്തിനോട് ഒപ്പം ചേർക്കുമ്പോഴേ ഇതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാരകം എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും ഇതിൻ്റെയൊക്കെ ഈ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, ഈ കർത്തകാലത്തിൻ്റെ കർമ്മ ഇത് എവിടെയൊക്കെയാണ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നിങ്ങളത് പരിചയപ്പെടുക. അപ്പോൾ ഈ കർത്താകാലത്തിൻ്റെ വിഭക്തി പ്രത്യയമാണ് നേ. അത് നമ്മൾ നേ പ്രത്യയം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെയാണ്? പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ സാമാന്യ ഭൂതകാലത്തിൽ നമ്മൾ പഠിച്ചതല്ലേ നേ പ്രത്യയം. അവിടെ ആ നേ പ്രത്യയം എപ്പോഴാണ് ചേർക്കുന്നത്? സകർമ്മ ക്രിയകളിലെ കർത്താവിനോട് കൂടി നേ പ്രത്യയം ചേർക്കും. എപ്പോഴെന്തായിട്ട് മാറും? കർമ്മത്തിന്റെ ലഘുവിനനുസരിച്ച് ക്രിയ മാറുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ഇവിടെ അതേ നമുക്ക് പറയാനുള്ളൂ. പാസ്റ്റ് ടെൻസിലെ സാമാന്യ ഭൂതകാല ക്രിയയിലെ കർത്താവിനോട് കൂടിയാണ് നേപ്രത്യയം ചേർക്കുന്നത്. ഈ നേപ്രത്യയത്തിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ല. ഇതേ ഉള്ള അതിൻ്റെ നിയമം. അപ്പോൾ ഈ നേപ്രത്യയത്തിന് പ്രത്യേകിച്ച് മീനിങ്ങേ ഇല്ല. ഈ കർമ്മകാരകത്തിൻ്റെ കർത്താകാരകം ഡെഫിനിഷൻ നമുക്ക് പറയാനാണെങ്കിൽ कार्य करने वाले को जो शब्द कार्य करने वाले का बोध देता है उसे कर्ता कारक कहते हैं. കാര്യം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് ക്രിയ ചെയ്യുന്ന ആരാണെന്ന് ബോധം തരുന്ന വിഭക്തി ചിഹ്നങ്ങൾക്കാണ് നമ്മൾ കർത്താകാരകം എന്ന് പറയുന്നത്. ഏത് വിഭക്തി ചിഹ്നം ചേർക്കുമ്പോഴാണോ ക്രിയ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ആളിനെ കുറിച്ചുള്ള ബോധം കിട്ടുന്നത് അതിനെയാണ് നമ്മൾ കർത്താകാരകം എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾ ആ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് എക്സാമ്പിൾ എഴുതണം. താഴോട്ട് എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് അതൊന്നുകൂടെ വ്യക്തമാകും. കർമ്മകാരകം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യ ഫൽ ക്രിയ ഫൽ അല്ലെങ്കിൽ കാര്യ കർമ്മ ഫൽ ജിസ് पर पड़ता है उससे കർമ്മകാരക कहते हैं. ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആരാണോ അയാൾ ആ വാളിനെയോ വസ്തുവിനെയാണ് നമ്മൾ കർമ്മകാരകം എന്ന് പറയുന്നത്. കർമ്മത്തിനോടൊപ്പം ചേർക്കുന്ന കാരക ചിഹ്നമാണ് കോ. നെക്സ്റ്റ് കരണകാരകം. നമുക്ക് കരണകാരകത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്നത്? ജിസ് संख्या से क्रिया करने के कारण का बोध हो. क्रिया करने के कारण का बोध हो. ക്രിയ നടക്കുന്നത് ഏത് കാരണം കൊണ്ടാണ്? അവിടെ എന്തെങ്കിലും ഒരു ഹേതു കാണും, ഒരു കാരണം കാണും. ആ കാരണത്തിനോടൊപ്പമാണ് ഈ സേപ്രത്യയം ചേർക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ചോണം, നിങ്ങൾ കാരണം എന്ന് ഉദ്ദേശിച്ചോണം. ക്രിയ നടക്കാൻ ഉദ്ദേശിച്ച കാരണത്തിനോടൊപ്പം ചേർക്കുന്ന കാരക ചിഹ്നമാണ് സേ. നെക്സ്റ്റ് അപാദാനകാരകം. അപാദാനകാരകം സേ തന്നെയാണ്. അതിൻ്റെ പക്ഷേ രണ്ടിനും രണ്ട് മീനിങ് ആണ്. ഇവിടെ കാരണമാണ്, ക്രിയ നടക്കുന്ന കാരണത്തെ സൂചിപ്പിക്കുന്നതിന് ഇവിടെ സേ ചേർക്കുന്നു. അപാദാനകാരകത്തിൽ ഒരു വസ്തുവിൽ നിന്ന് ഏക വസ്തു ദൂസരി വസ്തു സെ അലഗ് ഹോനേക്കാ ബോധ ദേത്താ ഹെ. അപ്പോൾ ഒരു വസ്തു മറ്റൊന്നിൽ നിന്നും വേർപെട്ട് പോവുക. പേട് സെ പത്ത ഗിർത്താ ഹെ. എന്താണ്? മരത്തിൽ നിന്നും ഇല വീഴുന്നു. അതുപോലെ വഹ് ഗാവ് സെ ചലാ ഗയ. അവൻ ആ പട്ടണത്തിൽ നിന്ന് പോയി എന്നുള്ള ഗാവ് ഗ്രാമം വില്ലേജ്, ആ വില്ലേജിൽ നിന്ന് പോയി എന്ന് സൂചിപ്പിക്കുന്നതിനാണ് നമ്മളിവിടെ സേ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കാരണത്തെ സൂചിപ്പിക്കുന്നതിനും ഒരു ക്രിയ നടന്നു എന്നുള്ള കാരണത്തെ സൂചിപ്പിക്കുന്നതിന് ഹേ കൊടുക്കും. അപാദാന കാരകത്തിലെ സേ ഉപയോഗിക്കുന്നത് വേർപെട്ട് പോവുക, അവിടെ നിന്ന് ബന്ധം വിച്ഛേദിച്ച് പോവുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ സേ പ്രത്യയം കൊടുക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ എഴുതുമ്പോൾ എല്ലാം മനസ്സിലാകും. നെക്സ്റ്റ് സംബന്ധകാരക കാ കെ കി. അത് ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. രാം കാ ബേട്ട, ലീല കാ ബേട്ട. അത് നിയമങ്ങളുണ്ട്, അത് നമുക്ക് പ്രത്യേകം പഠിക്കണം. അപ്പോൾ ഈ സംബന്ധകാര്യം എന്ന് പറഞ്ഞാൽ ബന്ധത്തെ സൂചിപ്പിക്കാൻ, ഒരു സംഖ്യ സർവനാമം ആ പദത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ, ഇപ്പം അടുത്ത് പറയുന്ന ആളിനെ കുറിച്ചുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് കാ കെ കി ഉപയോഗിക്കുന്നത്. അധികരണ കാരകം എന്ന് പറഞ്ഞാൽ സ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. എന്താണ്? എന്തെങ്കിലും ഒരു വസ്തു ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. അതിനെക്കുറിച്ചാണ്. ഇപ്പം മേസ്മേം കിതാബ് ഹെ എന്ന് പറഞ്ഞാൽ മേശയ്ക്ക് അകത്ത് ടെസ്റ്റ് ഇരിക്കുകയാണ്, ഡ്രോയ്ക്ക് ഉള്ളിൽ ടെസ്റ്റ് ഇരിക്കുകയാണ്, ഡ്രോയിൽ ടെസ്റ്റ് ഇരിക്കുന്നു. പർ എന്ന് പറഞ്ഞാൽ ഓൺ എന്നുള്ള അർത്ഥമാണ്. മെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നും, പർ എന്ന് പറഞ്ഞാൽ ഓണം. മേസ് പർ കിതാബ് ഹെ എന്ന് പറഞ്ഞാൽ ഓൺ ദി ടേബിളാണ്. എന്താണ്? ടേബിളിന് മുകളിലാണ് ടെസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മെയിമിൻ്റെ അർത്ഥം അകത്തും, പറിൻ്റെ അർത്ഥം മുകളിലും. സെമീൻ പർ കുർസി ഹെ, തറയിൽ കുർസി ഉണ്ട്. അതുപോലെ ജേബ് മേം കലം ഹേ, പോക്കറ്റിൽ പേന ഉണ്ട്. അപ്പോൾ ജേബ് മേമാണ്, പോക്കറ്റിനുള്ളിലാണ്. അപ്പോൾ അതിനാണ് ഇവിടെ മേം ഉപയോഗിക്കുന്നത്. പറന്ന് പറഞ്ഞാൽ മുകളിലും, മേം എന്ന് പറഞ്ഞാൽ ഉള്ളിലും. അപ്പോൾ ഈ ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഏത് സ്ഥാനത്തിൻ്റെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ സ്ഥലത്തെക്കുറിച്ചുള്ള ബോധം തരുന്നിടത്താണ് നമ്മൾ ഈ മെയിമും പറും ഉപയോഗിക്കുന്നത്. അതുപോലെ സമ്പ്രദായകാരൻ കേലി എന്ന് പറഞ്ഞാൽ
കർത്താവ് മറ്റൊരാൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുകയാണ്. നമ്മൾ അതിലെ ആ സബ്ജക്റ്റ് വേറൊരാളിന് വേണ്ടി പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അവിടെയാണ് നമ്മൾ കേലിയെ ഉപയോഗിക്കുന്നത്. മാം ബച്ചും കേലി ദൂത്തിലായി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ കുട്ടികൾക്ക് വേണ്ടി ദൂത്ത് മിൽക്ക് പാല് വാങ്ങിച്ചു. അവിടെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി സൂചിപ്പിക്കുന്നിടത്താണ് നമ്മൾ ഈ കേലിയെ ഉപയോഗിക്കുന്നത്. സംബോധനകാരൻ എന്ന് പറഞ്ഞാൽ ഉസ്കോ സംബോധന കർണേ കെ ലിയേ, കിസിക്കോ സംബോധന കർണേ കെ ലിയേ എന്ന് പറഞ്ഞാൽ എന്താണ്? സംബോധന ചെയ്യാൻ വേണ്ടി. ഹേ 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 തൂ വഹാൻ ക്യാ കർത്താ ഹേ എന്ന് ചോദിക്കാം. നീ അവിടെ എന്ത് ചെയ്യണം? ഹേ മുമ്പേ അയാളെ ഉണർത്തുക അല്ലെങ്കിൽ അയാളെ സംബോധന ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഈ ഹേ അരേ ഉപയോഗിക്കുന്നത്. ഈ രേ എന്ന് പറഞ്ഞാൽ രേഖ പ്രയോഗ പദ്യമേയും പ്രയുക്ത ഹോത്താ ഹെ, ഗദ്യമേ നഹി. ഹേയുടെ ഉപയോഗം രേയുടെ ഉപയോഗം പദ്യത്തിൽ മാത്രമേ നമ്മൾ നടത്താറുള്ളൂ. ഗദ്യത്തിൽ അങ്ങനെ രേയുടെ ഉപയോഗം നടത്താറില്ല. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പൊതുവെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ കാരകങ്ങൾ, ഓരോ കാരകത്തിനും ഓരോ നിയമങ്ങളുണ്ട്. കാരക ഹിന്ദിമേ കാരക 8 प्रकार के हैं: कर्ता, कर्म, करण, अपादान, संबंध, अधिकरण, संप्रदान, संबोधन. ഇതിൻ്റെ ഓരോന്നിനും ഓരോ വിഭക്തി പ്രത്യയങ്ങളുണ്ട്. ഇത് സംഖ്യയുടെ സർവനാമത്തിനോട് ഒപ്പമാണ് ഈ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ഈ ഓരോ കർത്താവിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ കാരകത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ ഈ കാരകങ്ങൾ ചേർക്കേണ്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്ലാസ്സിലെ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാകും. പക്ഷേ ഇത് അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എഴുതി പോകാം. മറ്റേ ഇതിൻ്റെ മലയാളം മീനിങ് പറഞ്ഞ് നമുക്ക് സെൻറ്റൻസിനോടൊപ്പം നിങ്ങൾക്ക് ഈസിയാക്കി തരാൻ വേറൊരു രീതിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതിൻ്റെ എക്സാമ്പിൾ എഴുതി നമുക്ക് പോകാം. കർത്താകാരകൻ്റെ പ്രാധാന്യം, ഇത് എന്തുകൊണ്ടാണ് ഇവിടെ നേ വരുന്നത്, കർമ്മകാരം വരുമ്പോൾ കോപ്പഴാണ് ഉപയോഗിക്കുന്നത്, കരണകാരത്തിലൂടെ സേ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിൻ്റെയും കൂടെ ഈ കാരക ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ എഴുതി നമുക്കൊന്ന് നോക്കാം. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് എനിക്ക് ആവശ്യം. അതുപോലെ ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. കർത്താകാരകൾ അറിയാമല്ലോ. കർത്താക്കോ कार्य करने वाला का बोध देने वाले कार्यों को कर्ता कारक कहते हैं. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് എല്ലാം ഈസി ആയിട്ടുള്ള എക്സാമ്പിളാണ്. പണ്ട് പോലെ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്തിനാണ് അത് തന്നെ ആവർത്തിച്ച് പറയുന്നത്? നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം. കർത്താവിന് പ്രാധാന്യമുള്ളത്. രാമനെ രാവൺ കാരക ഏതാണെന്ന് എഴുതിയിട്ട് നമുക്ക് എക്സാമ്പിൾ എഴുതാം. കർത്താകാരക राम ने रावण को मारा. നമ്മൾ ആദ്യം പഠിച്ചനുസരിച്ച് നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഇവിടെ മാറിയ കൊന്നു എന്നുള്ള ക്രിയ രാവണനെ കൊന്നു. അപ്പോൾ കൊന്നു എന്നുള്ളത് സകർമ്മ ക്രിയയാണ്. ഇവിടെ രാവണൻ കർത്താവാണ്. പാസ്റ്റ് ടെൻസ് കൊന്നു പാസ്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ കർമ്മം രാവണനാണ്. അതുകൊണ്ട് ഇത് സകർമ്മ ക്രിയയാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ സകർമ്മ ക്രിയയാണെങ്കിൽ എന്ത് ചേർക്കണം? രാമനോടൊപ്പം നേപ്രത്യയം ചേർക്കണം. കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കണം. ഇവിടെ ആര് വന്നാലും ഇവിടെ കർത്താവാണ്. ആ കർത്താവിനോടൊപ്പം നേപ്രത്യയം ചേർക്കണം. അപ്പോൾ ഇത് അങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പം നമ്മൾ കാരകം പഠിച്ചപ്പോൾ, കേസ് പഠിച്ചപ്പോൾ എന്താണ് നിയമം? എന്താണ് ഭൂതകാല ക്രിയകളിലെ സകർമ്മക വാക്യങ്ങളിലെ കർത്താവിനോട് കൂടി നേപ്രത്യയം ചേർക്കണം. അപ്പോൾ ഇവിടെ എന്തായി മാറി? കർത്താകാരകമായിട്ട് മാറി. ഇത് ഇവിടുത്തെ കർത്താകാരകം ആണ്. അപ്പോൾ രണ്ടാമത്തെ നോക്കാം. നമുക്ക് എന്താണ് കർമ്മകാരകം. കർമ്മകാരക ക്രിയ करने का फल जिस पर पड़ता है. കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം ആരാണ് അനുഭവിക്കുന്നത് അവിടെയാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മകാരകം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പോൾ ഈ കർമ്മത്തിനോടൊപ്പം വേണം എന്ത് ചേർക്കാൻ? കർമ്മകാരത്തിൻ്റെ വിഭക്തി പ്രത്യേകം എന്താണ്? വിഭക്തി ചിഹ്നം എന്താണ്? കോയാണ്. അപ്പോൾ ഇതിനോടൊപ്പം കോ പ്രത്യേകം ചേർക്കണം. അപ്പോൾ എക്സാമ്പിൾ നോക്കി. ഇതന്നെ ആവർത്തിച്ച് എഴുതാം. നമുക്ക് 3 കാരകത്തിൻ്റെ കൂടെ ഇത് എഴുതാൻ കഴിയും. എക്സാമ്പിൾ राम ने रावण को मारा. രാവണനെ കൊന്നു. ഇവിടെ കോ പ്രത്യേകം കണ്ടോ? കർമ്മത്തിനോടൊപ്പം. ഈ
എന്താണ് കർമ്മത്തിനോടൊപ്പം ചേർക്കുന്ന കാരകത്തിനാണ് നമ്മൾ കർമ്മകാരകം എന്ന് പറയുന്നത്. ഇവിടുത്തെ കർമ്മ ആരാണ്? രാവണനാണ്. അതുകൊണ്ട് ഇവിടെ കോപ്രത്യം ചേർത്തു. ഇവിടെ എന്ത് കാരകമാണ്? ഇവിടെ കർമ്മകാരകം. ഇനി അടുത്ത മൂന്നാമത്തെ കരണകാരകം. അതും ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. കരണകാരകം രാംനെ रावण को बाण से मारा. മനസ്സിലായോ? രാമൻ രാവണനെ ബാണം കൊണ്ട് കൊന്നു, അമ്പ് എയ്ത് കൊന്നു. അപ്പോഴ് ഇവിടെ കാരണമായതാരാണ്? ബാണാണ് ഇവിടെ കാരണം ആയത്. അമ്പ് കൊണ്ടാണ് രാവണനെ കൊന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചേർത്തത്? സേ ഉണ്ടോ? കാരണത്തോടൊപ്പം നമ്മൾ എന്ത് ചേർത്തു? സേ പ്രത്യേകം സേ ചിഹ്നം ചേർത്തു, കാരക ചിഹ്നം ചേർത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കരണകാരകം എന്ന് പറയുന്നത്. ഇവിടെ കരണകാരകമാണ്. അവിടെ ഇനി നാലാമത്തെ എന്താണ്? അപാദാനകാരകം. അതും സേ ആണ്. ഇവിടെ നമുക്ക് എഴുതാൻ ഉസ്നെ കലം സേ ലിഖാം, അവൻ പേന കൊണ്ട് എഴുതി എന്ന് പറഞ്ഞാലും ഇവിടെ സേ ആണ് ചേർക്കുന്നത്. ഒരു കാരണം, പേന കൊണ്ട് എഴുതി, പേന കൊണ്ടാണ് അവ എഴുതി. പേനയാണ് അവിടുത്തെ കാരണം. അതുകൊണ്ട് എന്താണ്? അവിടെ സേ എഴുതാം. അതുപോലെ കാരണം വരുന്ന ഏത് സെന്റൻസിന്റെ കൂടെ നിങ്ങൾ എന്താണ് എഴുതുന്നത്? സേ. ഇനി നെക്സ്റ്റ് അപാദാനകാരകം. അപാദാനകാരകിന്റെയും കാരക ചിഹ്നം ഏതാണ്? ഉസ്കാ ചിഹ്നം ബി സേ, കാരക ചിഹ്നം ബി സേ. സേ ആണ്. അതെന്തുകൊണ്ട്? ഒന്നിൽ നിന്ന് വേർപെട്ട് പോവുക. അവിടെയാണ് നമ്മൾ അപാദാനകാരകത്തിൽ സേ ഉപയോഗിക്കുന്നത്. സേ പത്ത ഗിര. പേടിൽ നിന്ന്, ഈ മരത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് ഈ ഇല വീണു. അപ്പോഴേ ഇവിടെ നിന്ന് വേർപെട്ട് പോവുകയാണ്. എന്താണ്? വൃക്ഷത്തിൽ നിന്നും ഇല ഇവിടെ വേർപെട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പേട് സേ പത്ത ഗിര എന്ന് വന്നത്. അതുപോലെ ഗാവ് സേ ചലാ ഗയ. ഇവിടെ പേട് സേ പത്ത ഗിര, ഗാവ് സേ ചലാ ഗയ. പിന്നീട് എന്താണ്? ഇതുപോലുള്ള എന്താണ്? വേർപെട്ട് പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് എന്ത് ചേർക്കാം? ഈ സേ പ്രത്യയം ചേർക്കാം. അപ്പോൾ ഇത് 4 മനസ്സിലായല്ലോ. ഇനി നമുക്ക് അഞ്ചാമത്തെ എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ എന്താണ്? സംബന്ധകാരകം. ഇപ്പോൾ സംബന്ധകാരകത്തിലെ കാക്കേക്കിയും രാജേരിയും ഉണ്ട്. അവിടെ ഇത് കാ ചേർത്ത് നമുക്ക് ആദ്യം എഴുതി നോക്കാം. ഏത് കമലാക്ക ബേട്ട കെ. ഇത് കമലയുടെ മകൻ ആണ്. കമലയുടെ മകൻ ആണ് എന്നുള്ള ബന്ധത്തെ കമലയുടെ മകൻ എന്നുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഈ കാ ഉപയോഗിച്ചത്. നെക്സ്റ്റ് അത് പുല്ലിംഗ ഏകോചനം. ഇവിടെ ബേട്ട എന്നുള്ളത് പുല്ലിംഗ ഏകോചനമാണ്. അതുകൊണ്ട് ഇവിടെ കാ ചേർത്തു. ഏത് കമല കെ ബേട്ടെ ഹൈ. ഈ കാക്കേക്ക് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇവിടെ സബ്ജക്റ്റിനെ നോക്കിയാലേ ഈ കാ കേക്ക് എഴുതിയിട്ട് വരുന്ന വേർഡിനെ അതിനെ വേണം ശ്രദ്ധിച്ച് വേണം നമ്മൾ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ ഏകോചനാണോ ബഹുവചനാണോ എന്ന് നോക്കരുത്. ഇവിടെ കമല സ്ത്രീയാണ്. അതുകൊണ്ട് ഇവിടെ ഏത് കമലാക്കി ബേട്ടാകെന്ന് എഴുതാൻ കഴിയത്തില്ല. ഈ ബേട്ട പുല്ലിംഗ ഏകോചനാണ്. അതുകൊണ്ടാണ് ഇവിടെ കാ ചേർത്തത്. ഇവിടെ ബേട്ടെ പുല്ലിംഗ ബഹുവചനാണ്. അതുകൊണ്ട് ഇവിടെ കെ ചേർത്തു. അതാണ് കാക്കേക്കിയുടെ നിയമം. ആ വേർഡ് കഴിഞ്ഞിട്ടുള്ള വേർഡ് ഏതാണോ നമ്മൾ എഴുതാൻ പോകുന്നത് അതിനനുസരിച്ചുള്ളത് വേണം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാക്കേക്ക് എഴുതാൻ. ഇവിടെ ഏത് കമലാക്കെ ബേട്ടേഹേം. ഇത് കമലയുടെ പുത്രന്മാർ ആകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? കെ വന്നു. ഇവിടെ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. കമലയുടെ പുത്രന്മാർ. നമ്മളിവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഏക്കിന്റെ ബഹുവചനം എന്താണ്? ये कमले के बेटे हैं. कमला के बेटे हैं. നെക്സ്റ്റ് യഹ് ഇവിടെ കെ ഇവിടെ എന്താകും? ഹൈമായിട്ട് മാറും. യഹ് കമല की बेटी. ഇവിടെ ബേട്ടി വന്നതുകൊണ്ടാണ് അവിടെ കീ എഴുതിയത്. ബേട്ടി ഹേ. നെക്സ്റ്റ് യേ കമല കീ. ഏകോചനാണെങ്കിലും ബഹുവചനമാണെങ്കിലും കീ തന്നെയാണ്. ഇവിടെ ബഹുവചനം ബേട്ടിയുടെ ബഹുവചനം എങ്ങനെ വരും? ബേട്ടിയാം. ബേട്ടിയാം ഹൈ.
ഇങ്ങനെയാണ് പോകുന്നത്. അവിടെ കാക്കയ്ക്ക് ഇത് ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയാം? സംബന്ധ് കാരകെന്ന് സംബന്ധ കാരക് कहते हैं. ഇവിടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതിന് സംബന്ധ കാരകം എന്ന് പറയും. അതുപോലെ മേര മേരെ, മേര മേര പിതാജി, മേര മേരയാണ് വരുന്നത്. ബഹുവചനം വരുമ്പോൾ എന്തോരും? മേര വരും. മേര ഭായി, മേര भाई है, मेरे പിതാജി എൻ്റെ അച്ഛൻ, പിതാജി എൻ്റെ അച്ഛൻ എന്നുള്ളിടത്ത് മേരെ പിതാജി വരും. അമ്മ എന്നുള്ളിടത്ത് മേരി പിതാജി, മേരി മാതാജി ഇങ്ങനെ വരും. അതിൽ ബഹൻ എന്നുള്ളത് മേരി ബഹൻ, മേരി ബഹൻ. സ്ത്രീലിംഗ ഏകോചനം ബഹുവചനത്തിൻ്റെ കൂടെ മേരി തന്നെയാണ് ചേർക്കുന്നത്. ഇങ്ങനെയാണ്, ഇതാണ് മേര മേരെ മേരി ബന്ധം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ സംബന്ധ കാരകം എന്ന് പറഞ്ഞാൽ ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാരക ചിഹ്നങ്ങൾക്കാണ് സംബന്ധ കാരകം എന്ന് പറയുന്നത്. ആ ചിഹ്നങ്ങൾ ചേർത്താണ് സംബന്ധ കാരകം നമ്മൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ആറാമത്തത്, जिस पद से क्रिया के आधार का बोध हो, क्रिया के स्थान का बोध हो. ഒരു സ്ഥാനത്തെക്കുറിച്ച്, ക്രിയ നടക്കുന്നു അല്ലെങ്കിൽ ആ പ്രവൃത്തി നടക്കുന്ന ഏത് കാരണം കൊണ്ടാണോ ആ കാരണം എവിടെയാണോ അതിൻ്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ മെയിനും പാറും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കാരക ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? മൈം പാർ, ദീവാർ പർ, दीवार पर खड़ी है, भित्तिയിൽ പോക്കുണ്ട്, मेज में किताब है, मेज पर ഉണ്ട്. मेज നെയിം എന്ന് പറഞ്ഞാൽ അകത്തും, മേസ് പർ മുകളിൽ, മേസ് പർ ഓണാണ്. കിതാബ് है. ഇതുപോലെ കലം में स्याही है. മേശയ്ക്ക് അകത്തും പുറത്തും. ഇത് മേശയ്ക്ക് അകത്തും, മെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നും, പറന്ന് പറഞ്ഞാൽ മുകളിലും. അപ്പോൾ ഇങ്ങനെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന കാരക ചിഹ്നങ്ങളാണ് നമ്മൾ അധികരണ കാരകത്തിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് അധികരണ കാരക ചിഹ്നങ്ങൾ. ഇനി ഏതാണ്? പിന്നെ ഏതാണ്? സമ്പ്രദാന കാരക. സമ്പ്രദാനം, ദാനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദാനം ചെയ്യുന്നവരെ മറ്റൊരാൾക്ക് വേണ്ടി, സമ്പ്രദാനം. ഇതാണ് സമ്പ്രദാന കാരകം. സമ്പ്രദാന കാരകത്തിന്റെ വിഭക്തി ചിഹ്നം കേരിയെ. संप्रदान मीन्स देना. कर्ता जिसके लिए कुछ काम करता है उसे संप्रदान कारक कहते हैं. കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ജോലിക്കാണ് നമ്മൾ സമ്പ്രദാന കാരകം എന്ന് പറയുന്നത്. മാം ബച്ചും के लिए दूध लाई. ആ ബച്ചും के लिए दूध लाई. ഇവിടെ കണ്ട കേരി, അമ്മ കുട്ടികൾക്ക് വേണ്ടി പാല് വാങ്ങിച്ചു. നെക്സ്റ്റ് സംബോധന കാരകം. ഹേ ഗോപാൽ, യഹാം ആയോ, യഹാം ആവോ. ഹേ ഗോപാൽ യഹാം ആവോ. അല്ലയോ ഗോപാൽ ഇവിടേക്ക് വരൂ എന്നതാണ്. അല്ലയോ ഇത് അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, സംബോധന കാരകത്തിൻ്റെ പ്രത്യേകത, എല്ലാ സെൻറ്റൻസിനെ ആദ്യം ചേർക്കണം. സംബോധന ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്.
ഇവിടെ ഹേ ഗോപാൽ യഹാം ആവോ, ഇവിടേക്ക് വരും. അല്ലയോ ഗോപാൽ ഇവിടേക്ക് വരൂ. അരേ ചേർക്കുന്ന അരേ ഹോ ഇങ്ങനെ ചോദിക്കാം നമുക്ക്. അപ്പോൾ ഈ സംബോധന ചെയ്യാനാണ് നമ്മൾ അരേ ഉപയോഗിക്കുന്നത്. ഹേ അരേ ഉപയോഗിക്കുന്നത്. രേ പദ്യമേയും പ്രയുക്ത ഹോത്തേയും ഗദ്യമേയും നഹി. പദ്യത്തിലാണ് നമ്മൾ രേ എന്നുള്ള സംബോധന ഉപയോഗിക്കുന്നത്, കൂടുതലും പദ്യങ്ങളിലാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. കാരകം എന്താണെന്ന് മനസ്സിലായല്ലോ. കാരക് वाक्य में पदों को जोड़ने के लिए जो शब्द प्रयुक्त होते हैं उससे कारक कहते हैं. कारक 8 प्रकार के हैं. उसके हर एक कारक को अपने अपने विभक्ति होते हैं. एक विभक्ति दूसरी विभक्ति से अलग होते हैं. एक वाक्य में 2 विभक्ति एक साथ आए तो उसका अर्थ भी अलग अलग होगा. എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ 2 വിഭക്തി ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ തീർച്ചയായിട്ടും വ്യത്യസ്തം ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാരകം എന്താണെന്നും കാരകത്തിന് എത്ര രീതി ഉണ്ടെന്നും അതിൻ്റെ കാരക ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ കാരകത്തിൻ്റെയും പ്രത്യേകതയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാകാത്ത വീണ്ടും വീഡിയോ ഇട്ട് കാണണം, മനസ്സിലാക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ക്ലാസ്സാണ് അടുത്ത ക്ലാസ്. നമ്മളത് ഒരു സെൻറ്റൻസ് നമ്മൾ മലയാളം മീനിങ് മനസ്സിലാക്കി ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്നും കാര്യങ്ങൾ സർവ്വനാമത്തിനോടൊപ്പം സംഖ്യയോടൊപ്പം ചേർക്കുമ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ട്, അതെങ്ങനെയാണെന്നാണ്. ഈസിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഇതും നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ പെട്ടെന്ന് അടുത്ത ക്ലാസ്സിൽ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.